16-ാം വയസ്സിൽ തുടർ വിദ്യാഭ്യാസം നിലച്ചുപോയ അഞ്ചൽ പത്തടി സ്വദേശിനി നദിയ 39-ാം വയസ്സിൽ അഭിഭാഷകയായി ഹൈക്കോടതിയിൽ എൻറോൾ ചെയ്ത് ജീവിത വിജയം നേടി. 16-ാം വയസ്സിൽ പഠനം നിർത്തുകയും തുടർന്ന് വിവാഹ ജീവിതത്തിൽ ഏർപ്പെട്ട് 3 മക്കളുടെ മാതാവായി ജീവിതം മുന്നോട്ട് പോകവെയാണ് 2018 സംസ്ഥാന സർക്കാരിന്റെ സാക്ഷരതാ മിഷന്റെ തുല്യത കോഴ്സുകളുടെ +1 കോഴ്സിന് ചേർന്നത്. 2019 75% +2 പാസ്സായ നദിയയ്ക്ക് പിന്നീട് ഒരു അഭിഭാഷക ആകണം എന്നുള്ളതായിരുന്നു ലക്ഷ്യം. 16-ാം വയസ്സിൽ പഠനം ഉപേക്ഷിക്കേണ്ട സാഹചര്യം, പിന്നീട് വിവാഹ ജീവിതവും ഒക്കെ ആയി 3 മക്കളൊക്കെ ആയിട്ട് ഒരു വീട്ടമ്മയായി ഒതുങ്ങി ജീവിച്ച് ഒരു വീട്ടിനകത്ത് കഴിഞ്ഞു വരവേ പുറലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ നിൽക്കുന്ന സാഹചര്യത്തിലൂടെയാണ് സാക്ഷരതാ മിഷൻ്റെ തുല്യതാ പരീക്ഷയിലൂടെ +1 +2 എഴുതുകയും അതിൽ 75-80% വിജയം നേടിയതിന് ശേഷം ബികോം LLBക്ക് പ്രവേശിക്കുകയും അതിലിപ്പോൾ എൻറോൾ ചെയ്ത് പുനലൂർ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് നദിയ നമുക്കെല്ലാവർക്കും മാതൃകയാണ്. കാരണം ജീവിതം തകർന്നു ഒറ്റപ്പെട്ടു എന്നുള്ള അവധിയിൽ നിന്നൊക്കെ വലിയ ഒരു സന്ദേശമാണ് നദിയ നമ്മുടെ സമൂഹത്തിന് നൽകുന്നത്. ഇതുപോലെ തന്നെ നദിയെ മാതൃകയാക്കാൻ ഈ സമൂഹം ശ്രമിച്ചാൽ എല്ലാവരും ഉന്നതങ്ങളിലെത്തും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അന്നേരം നദിയ വളരെ സന്തോഷം. ഒറ്റയ്ക്കുള്ള പൊരുതൽ പൊരുതി പയറ്റി 3 മക്കളുണ്ടെങ്കിലും ഇപ്പോഴും വിദ്യാർത്ഥിയായി +2 പ്രവേശിക്കുകയും നല്ല വിജയത്തോടെ വിജയിച്ച് അഭിഭാഷകയായി ഇന്ന് തല ഉയർത്തി നമ്മുടെ സമൂഹത്ത് നിൽക്കുന്ന നദിയയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഒടുവിൽ ഒറ്റയാൾ പോരാട്ടത്തിൽ അഭിഭാഷകയായി ഹൈക്കോടതിയിൽ എൻറോൾ ചെയ്തതോടെ നദിയ ഇപ്പോൾ നാടിന് മാതൃകയായിരിക്കുകയാണ്. 16 വയസ്സിൽ എൻ്റെ വിദ്യാഭ്യാസം മുടങ്ങിയൊരു വ്യക്തിയാണ് ഞാൻ. പിന്നെ പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സ്വപ്നം കണ്ട ഒരു കാര്യമേ അല്ല. കല്യാണം കഴിഞ്ഞു, 3 മക്കളായി, വീടിനകത്ത് ഒതുങ്ങിക്കൂടി പുറം ലോകമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ അങ്ങനെ ജീവിച്ചു പോയൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ലൈഫ് പഠിപ്പിച്ചതാണ് ജീവിതത്തിൽ എവിടെയെങ്കിലും എത്തണമെന്നും എന്തെങ്കിലുമൊക്കെ ആയി തീരണമെന്നൊക്കെ എൻ്റെ ലൈഫാണ് എന്നെ പഠിപ്പിച്ചത്. അങ്ങനെയാണ് ഞാൻ 31-ാമത്തെ വയസ്സിൽ സാക്ഷരതാ മിഷൻ വഴിയാണ് ഞാൻ +2 പഠിക്കുന്നത്. അതിവിടെ വെച്ച് എനിക്ക് കുറച്ച് നല്ല ഫ്രണ്ട്സുകളിനെ കിട്ടി. അങ്ങനെ +2 പഠിച്ചു. 72% മാർക്ക് മേടിച്ചാണ് ഞാൻ +2 സാക്ഷരതാ മിഷൻ പാസ്സാവുന്നത്. അങ്ങനെ എൻ്റെ നസീമാത്താണ് എന്നെ LLBയിലേക്ക് ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് വിട്ടത്. നീ LLB എടുത്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞ് എന്നെ തള്ളി വിട്ടത് അവരാണ്. അങ്ങനെയാണ് ആ ഒരു സ്വപ്നം എൻ്റെ മനസ്സിലേക്ക് കയറുന്നതും. സത്യത്തിൽ നമുക്കിതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നും ഇല്ലാതെയാണ് ഞാൻ ഈ ഫീൽഡിൽ ഇറങ്ങുന്നത്. പിന്നെ എൻട്രൻസ് കോച്ചിങ്ങിന് പുനലൂരായിരുന്നു എൻട്രൻസ് കോച്ചിങ് കഴിഞ്ഞ് എൻട്രൻസ് എഴുതി. കൊറോണ ടൈമായിരുന്നു. കൊറോണ ടൈമിൽ പലയിടത്തും ലോക്ക്ഡൗൺ ആയിട്ട് കറങ്ങി തിരിഞ്ഞൊക്കെയാണ് ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരുന്നത്. വെറും 15 ദിവസത്തെ എൻട്രൻസ് കോച്ചിങ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. പഠിച്ച് റാങ്ക് ലിസ്റ്റ് വന്നെങ്കിലും എനിക്ക് 3 അലോട്ട്മെൻറ്റിലും കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ വിഷമിച്ച് വേറെ ഒരുപാട് കോളേജുകളിൽ മാനേജ്മെൻറ്റ് സീറ്റിനൊക്കെ ഞാനിങ്ങനെ തിരക്കിയപ്പോൾ അവിടേക്ക് ഒരുപാട് ഡൊണേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ എൻ്റെ സ്വപ്നം നടക്കത്തില്ലെന്നൊക്കെ വിചാരിച്ച് വിഷമിച്ചിരുന്നപ്പോഴാണ് 4ാമത് അലോട്ട്മെൻറ്റ് ഇടുന്നത്. അതിലാണ് എനിക്ക് CSI ലീഗൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാറശാല തിരുവനന്തപുരം അവിടെ എനിക്ക് അഡ്മിഷൻ കിട്ടുന്നതും. ഞാനങ്ങനെ ബികോം LLB എടുത്ത് 5 വർഷം അവിടെ പഠിച്ചു. ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിലാണ് ഞാൻ ബികോം LLB പാസ്സായിരിക്കുന്നത്. ഇപ്പോൾ എൻറോൾമെൻ്റ് ആയി ഞാൻ പുനലൂര് പ്രാക്ടീസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അപ്രതീക്ഷിതമായി എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതമേ തകർന്നു പോയി, ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നൊക്കെ തോന്നി നിന്ന് അപ്പാടെ ജീവിതം സ്തംഭിച്ചിരിക്കുന്ന പലരും ഒന്നും ഉണ്ടായിരിക്കും. പക്ഷെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്നും നഷ്ടപ്പെടത്തില്ല. നമ്മളെ മനസ്സാണ് നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. അങ്ങനെ വന്നൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എവിടെയും നമ്മൾ തോറ്റു പോകില്ല. പഠിച്ചാൽ പഠിക്കണം. ഒരുപാട് പേര് ഇന്ന് ഒന്നും പഠിക്കാൻ പറ്റാതെ ജീവിതം നഷ്ടപ്പെട്ട് എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരുപാട് പേരുന്നുണ്ട്. അതിൽ ആർക്കെങ്കിലും എൻ്റെ ഈ വാക്കുകളിൽ ഒരു പ്രചോദനം ഉണ്ടാവുകയാണെങ്കിൽ അതെന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടുന്ന ചാൻസ്, അതായത് ഇപ്പോൾ ഗവൺമെൻറ് നമുക്ക് സാക്ഷരതാ മിഷൻ വെച്ചിട്ടുണ്ട്. അതിൽ 10 എഴുതാം, അത് കഴിഞ്ഞ് +1ഉം +2ഉം പഠിച്ചെഴുതാം. ഡിഗ്രിക്ക് പഠിക്കാനുള്ള ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ ഉണ്ട്. ഇതെല്ലാം ഉണ്ട്. LLB എടുക്കുന്നതിന് ഒരു പ്രായവും ഇല്ല. ഏത് പ്രായക്കാർക്കും പഠിക്കാവുന്നതാണ്. അങ്ങനെ പഠിച്ച് നല്ലൊരു നിലയിലെത്തിയാൽ ജീവിതത്തിൽ നമ്മൾ രക്ഷപ്പെടും. ആരുടെ മുന്നിൽ നമ്മൾ തോക്കത്തില്ല. പിന്നെ പടച്ചവൻ്റെ ഒരു അനുഗ്രഹമാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. 101% ഞാൻ ഉറപ്പിച്ച് പറയും.
ഞാൻ പഠിച്ചു, സമ്മതിച്ചു. പക്ഷേ നമ്മൾക്ക് ഇങ്ങനൊരു ജീവിതം ഉണ്ട് എന്ന് പടച്ചവനാണ് എനിക്കത് കാണിച്ചു തന്നത്, ഞാൻ തിരഞ്ഞെടുത്തതും. ഇപ്പം ഞാൻ ആ ജീവിതം ജീവിച്ചു തുടങ്ങിയതേ ഉള്ളൂ. നല്ലൊരു വക്കീലായിട്ട്, അതായത് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടോ വിഷമോ വരുമ്പോൾ അവരെയൊക്കെ സഹായിക്കണമെന്നും കൂട്ടത്തിൽ എനിക്കും ജീവിക്കുകയും വേണം. അങ്ങനെ മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻട്രൻസ് പരീക്ഷയിലൂടെയാണ് പാറശാല CSI ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലീഗൽ സ്റ്റഡീസിൽ നദിയ BCom LLBക്ക് പ്രവേശനം നേടിയത്. തുടർന്ന് 5 വർഷത്തെ കഠിന പ്രയത്നത്തിലൂടെ നദിയ BCom LLB പാസ്സായാണ് ഹൈക്കോടതിയിൽ അഭിഭാഷകയായി എൻറോൾ ചെയ്തത്. ലക്ഷ്യവും ശ്രമവും ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയും വലിയ ലക്ഷ്യത്തിൽ എത്താം എന്നുള്ളതാണ് നദിയയുടെ ഈ കഠിനാധ്വാനത്തിലൂടെ തെളിവായിരിക്കുന്നത്. തുടർ പഠനം വഴിമുട്ടിയതോടെ ജീവിതം അവസാനിച്ചു എന്ന് കരുതിയിരിക്കുന്ന പലർക്കും നദിയ മാതൃകയാണ്. പുനലൂർ കോടതിയിൽ നദിയ നിലവിൽ അഭിഭാഷകയായി പ്രാക്ടീസ് ചെയ്തു വരികയാണ്. എയർപോർട്ട് മാനേജ്മെന്റിന് പഠിക്കുന്ന ഷഹനാസ്, +2 പഠിക്കുന്ന അജ്മൽ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന റംസിയ എന്നിവരാണ് നദിയയുടെ മക്കൾ. ന്യൂസ് കേരളം, കൊല്ലം. അഞ്ചൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന കേശവ മെഡിക്കൽസിൽ പുതുതായി ആരംഭിച്ച പോളിക്ലിനിക്കിൽ എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 4:30 മുതൽ 6:30 വരെ ഓർത്തോപെഡിക്സ് ആൻഡ് ഡയബറ്റോളജിയിൽ പ്രാവീണ്യം നേടിയ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. രാവിലെ 9 മുതൽ വൈകിട്ട് 9 വരെ 8281566342 എന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്നതാണ്.